ആമാ എന്താ വല്ല ചിരിയൊക്കെ ഉണ്ടല്ലോ. സന്തോഷം പറയാനുണ്ടടാ. ഞാൻ നിസ്കരിക്കായിരുന്നു ഉമ്മാ. നിങ്ങൾ സന്തോഷം പറയ്. നമ്മുടെ ഹാലമോൾക്ക് ഈ ആഴ്ച ഫോട്ടോയിൽ ആ ചെക്കനെ ഇഷ്ടായിന്ന്. ഹലോ ഹലോ, ഓൾ അങ്ങനെ പറഞ്ഞു? ആ മോനെ, എന്നോട് മാത്രല്ല ബത്തുലിനോടും പറഞ്ഞേ. അൽഹംദുലില്ലാ. എന്റെ ബേജാറും പ്രാർത്ഥനയും പഠിച്ചോൻ കേൾക്കാണ്ടിരിക്കോ മോനെ? മോനെ അതിന്റെ കാര്യങ്ങളൊക്കെ വേഗം അന്വേഷിക്കണം കേട്ടാ. അല്ല ഞാനയച്ച ഏത് ഫോട്ടോ ആണ് ഉമ്മ പറയണത്? എന്താ സമയെ ഇതൊന്നും ആലോചിക്കാണ്ട് അയക്കയ്യ്. എന്റെ അമ്മ, ഞാൻ അയക്കണ ഒന്നാമത്തെ 10ാമത്തെ ഫോട്ടോ ഒന്നുമല്ലല്ലോ ഇത്. എടാ, ആ കാസിം മാഷ മോന്റെ ഫോട്ടോ. അമ്മീന്നല്ലേ ആ കുട്ടീന്റെ പേര്? ആ മനസ്സിലായി ഉമ്മ, നമ്മുടെ സജീദിന്റെ പരിചയക്കാരനാണ്. ആ എന്നാ ഈ അതൊന്ന് വേഗം നോക്കട്ടാ. ആ അല്ലമ്മ, എന്തപ്പോള് സമ്മതിച്ചത്? ഓള് നമ്മളെ കുട്ടിയല്ലേ, നമ്മളെ ഇടങ്ങാറൊക്കെ കണ്ട ഓക്ക് മനസ്സിലാവൂലേ? ഞാൻ വിളിക്കാമ്മ. സമീക്ക, ഈ കാസിം മാഷെ ഹാലെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടത്രേ. പക്ഷെ അമീനെ ഓക്ക് അറിയില്ല. ബത്തോ, ഓനെ ഞാനും കണ്ടിട്ടില്ല. നമ്മുടെ സജീദാണ് എനിക്ക് ഫോട്ടോ അയച്ചു തന്നത്. ഞാൻ എന്തായാലും ഇന്ന് നാളെ സജീദിനെ കണ്ടിട്ട് വിളിക്കാം. അല്ല, ഓക്ക് ഇപ്പൊ എന്താ ഇത്ര ഇഷ്ടം തോന്നാൻ? ഞമ്മളെ നാട്ടുകാരല്ലേ, ഓക്ക് പൂതിയാകുമ്പോഴൊക്കെ ഇമ്മാനെ ചെന്ന് കാണാലോ എന്നാ പറയണത്. അല്ല ബത്തോ, ഈ ഓളോട് ശരിക്ക് ചോദിച്ചാ? നിങ്ങളൊന്ന് നേരിട്ട് ചോദിച്ചോളി. നല്ലതല്ലേ സമീക്ക? വേണ്ട, 4 വർഷമായി ഓള് ഇക്കാക്കാന്നെങ്കിലും വിളിച്ചിട്ട്. നിങ്ങളൊക്കെ ചോദിച്ചല്ലോ, അത് മതിപ്പാ. പിന്നെ സമീക്ക, നിങ്ങൾ അമീനെ കാണുമ്പോ ഒന്ന് വീഡിയോ കോൾ ചെയ്യണട്ടാ. ഇവിടെ എല്ലാവർക്കും കാണാലോ. ഈ അമീൻ എനിക്ക് 2 കൊല്ലത്തെ പരിചയമുണ്ട്. അവൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. അപ്പൊ അനക്കോനെ നന്നായിട്ട് അറിയാം. ആന്നേ, അപ്പൊ അത്രയും ഷൂട്ടുകളുണ്ടല്ലോ ഞാൻ ഈ പ്രപ്പോസൽ പറഞ്ഞത്. എന്നാ ഈ ഓനെ ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കിക്കൊണ്ട് മച്ചാനെ നമുക്ക് സെറ്റാക്കാം മച്ചാനെ. എനിക്ക് 2 അനിയന്മാരും ഉണ്ട് കേട്ടാ, അതിനാനും ആദിലും. അതെനിക്കറിയാം. ഹാല ഞങ്ങളെ ഒരേ ഒരു പെങ്ങളും. വാപ്പ കുറെ കാലം മുമ്പ് മരിച്ചുകൊണ്ട് അവരൊക്കെ എന്നെ വാപ്പയായിട്ടാണ് കാണുന്നത്. ഞാനും അങ്ങനെ തന്നെ ഉണ്ട് വിചാരിക്കണേ. അതിപ്പോ വല്ലിക്കാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ സമീർക്ക? ഓ, ഞാൻ ഇപ്പോൾ ലീവ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നിട്ട് 4 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഉമ്മാൻ്റെ നിർബന്ധത്തിന് ഇങ്ങനെ പെണ്ണ് കണ്ട് കിടന്നിട്ട് ലീവ് കഴിഞ്ഞതറിഞ്ഞില്ല. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്ത് കഴിക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. അതിപ്പോൾ നമ്മൾ പ്രവാസികൾക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് പ്ലാൻ ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഫോട്ടോ കണ്ട് രണ്ടാക്കി ഇഷ്ടമായ സ്ഥിതിക്ക് ഞങ്ങൾക്കിത് വേഗം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ഇതന്നെയാണ് എൻ്റെ അമ്മ എപ്പോഴും പറയണത്, ഉറങ്ങാൻ സമ്മതിക്കലില്ല. അതിപ്പോ എല്ലാ അമ്മമാരുടെയും കഥ ഇത് തന്നെയാണ്. ഈ ഹാല അങ്ങനെ പെട്ടെന്നൊന്നും ഓക്കെ പറയണൊരു സ്വഭാവക്കാരിയല്ല. എൻ്റെ ഉമ്മാനെ ഞാൻ ഇത്ര സന്തോഷത്തിൽ കണ്ടിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ അമീന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ലീവ് എടുത്ത് നാട്ടിലേക്ക് വരി. നിങ്ങൾ രണ്ടാളും കണ്ട് സംസാരിച്ച് ഇഷ്ടമായാൽ നമുക്കിതാ കണ്ട് പെട്ടെന്ന് നടത്തല്ല. ഇനിയിപ്പോൾ ഈ 15 ദിവസത്തെ ലീവ് കിട്ടണമെങ്കിൽ തന്നെ 1 മാസം കഴിയുമെന്നാണ് ഓഫീസിൽ നിന്ന് പറഞ്ഞത്. ഞാൻ പോയിട്ട് കാസിം മാഷ ഹാമിൻ്റെ വാപ്പച്ചിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോഴേക്കും ലീവ് ശരിയാക്കിയാൽ മതിയല്ലോ. അത് ഓക്കെ അല്ലേ? അപ്പൊ ശരി, ഞാൻ എൻ്റെ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യുന്ന ആളാണ്. അത് വാപ്പയുടെ നിന്ന് കിട്ടിയെന്നാണ് ഉമ്മ പറയണത്. ഇൻഷാ അല്ലാഹ് നമ്മളിനി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. ഇൻഷാ അല്ലാഹ്. ഹായ്, നല്ല രസമുണ്ടല്ലോ കാണാൻ. നമ്മളിപ്പോ ജന്നത്തെത്തി പോലല്ലേ? ജന്നത്തെന്ന് വെച്ചാല് സ്വർഗാടോ. നിങ്ങളുടെ സ്വർഗത്തിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടാ? ഈ വേഗം നടണം, അവിടെ എല്ലാരും നീറ്റിട്ടുണ്ടാവും. സുലീതാത്ത എത്തിയാ? അക്കോപ്പ അന്വേഷിക്കണ്ടായിരുന്നു. ഞങ്ങള് കണ്ടു. ചായ കുടിച്ചോ? ലക്ഷ്മിയേച്ചി,
പോകുമ്പോ ഇറച്ചി എടുത്ത് കൊടുത്താളി. ആ. ആവുമ്പോ ഞാൻ കൊടുക്കാം. വേണ്ട മോളെ, ഞാൻ കൊടുക്കാം. അനക്കിതിന്റെ വല്ല കാര്യമുണ്ടോ അക്കു? ഇതിന്റെ ഒരു വാശിയാണ് തത്ത നമ്മളെ സെമീനോടല്ലേ. എന്നാലും അവനെ പറ്റി നല്ല വാക്കുകളേ ഉള്ളൂ. നിങ്ങളെ കാലണ്ടർ പറ്റി ഒന്ന് എഴുതി വെച്ചോളൂ. ഇന്ന് നിശ്ചയത്തിന് വന്നവരൊക്കെ നാളെ കല്യാണത്തിന് വരുമല്ലോ. അവരെന്തായാലും ഇന്നും തിന്നും നാളെയും തിന്നും. നാളെ തിന്നു കഴിഞ്ഞ് ഓരെന്തായാലും പറയും, അല്ലാ ഇന്നലെ അക്കു വച്ച അത്രയും വന്നില്ലല്ലോ എന്ന്. ഉമ്മാക്കി കസം. അപ്പൊ ഉമ്മാക്ക് മനസ്സിലാവും അക്കോപ്പന്റെ കൈപുണ്യത്തിന്റെ പവർ എന്താണ്. ഇല്ല അക്കോപ്പ നിങ്ങൾക്ക് അറിയാനില്ലേ. അല്ലടാ സെമീന്റെ ഒരു ബുക്ക് നാളെ അടുത്ത് വരില്ലേ ദുബായിൽ നിന്ന് ഒരു വെപ്പാര. എന്താണ് പേര്? അമ്പായത്ത് സുബ്രഹ്മണ്യൻ. അമ്പായത്ത് സുബ്രഹ്മണ്യൻ. ഈ അമ്പായത്തിന് അറിയില്ലോ ആനയെ അക്ബറിനോടാ വെല്ലുവിളിക്കണെന്നുള്ളത്. ഇവിടെ വന്ന് നാണം കിടുവല്ല പാവം. പാവോ? അല്ല അപ്പൊ ഞാനല്ലോ ഓനോ? അതിങ്ങള് തന്നെ. ഞാനല്ലേ? എന്താണ് അല്ല ഈ ഇറച്ചി എങ്ങനെയാ മുറിക്കണ്ടേ? അത് കടിച്ചങ്ങോട്ട് മുറിച്ചാളാ. പെണ്ണുങ്ങളെ കത്തി കൊണ്ട് മുറുക്കി. ഇപ്പൊ കേക്കുക